സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഞാൻ രാവിലെ തന്നെ കുറെ നേരെ നമ്മളെ ഷിൻജാനെ തെരഞ്ഞു നടക്കണേ. ഇവൻ എവിടെ പോയി കിടക്കണോ? അവിടെ കാണാനൊന്നുമില്ല ഇവനെ. എടാ ഷിൻജാനെ, എവിടാ? എടാ ഇവനെ എവിടെ പോയി കിടക്കണ? ഇവന്റെ വിളി കേൾക്കണ പോലും ഞാൻ കുറെ നേരമായി കിടന്ന് വിളിക്കണു. ഇവന് ഒന്നും മറുപടി റിപ്ലൊന്നും തരുന്നല്ല. എവിടെയൊക്കെ പോയി ഇരിക്കട്ടെ. നമുക്ക് എന്തായാലേ 2 ദിവസമായി കുളിച്ചിട്ടൊക്കെ എന്തായാലും ഒന്ന് കുളിക്ക ഇറങ്ങിയിട്ട്. സീന്. വെള്ളം എന്ത് ചൂടാ, അവിടൊക്കെ ഒടുക്കത്തെ വെയിലാ. ഇപ്പൊ മാത്രമേ വെയിൽ കാണുള്ളൂ, കുറച്ചു കഴിഞ്ഞാൽ എന്തായാലും മഴയാവും. കുഴപ്പമില്ല, നമുക്ക് ഇനി മതി കുളിച്ച്. ഞാൻ ഷിൻജാനൊന്ന് നോക്കട്ടെ. അവൻ എന്താ എവിടെയാണോ അവൻ പോയി കിടക്കണേ? ചിമ്മിടായ കാരണം കാണാത്തിരി പാടാ. ഈ വണ്ടിയുടെ ഇടയിലോട്ട് ഒളിച്ചിരിക്കണ്ടാണാവോ? ഇതിനുള്ളിലൊന്നുമില്ല. നമുക്ക് ഇനി അപ്പുറത്ത് ഏട്ടൻ പോയി നോക്കി വെക്കാം. ഇവിടെ അല്ലല്ലോ പിന്നെ ഏത് വായയിലാണ് അവൻ പോയി കിടക്കണത്? ഗൈസ്, ഇതിന് മേലെ, വീടിന്റെ മേലെ എന്തൊരു സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. ഈ ചക്കപ്പ അതിന്റെ മുകളിൽ എന്താ കാട്ടുന്നത്? എന്തായാലും ഒന്ന് മേലേക്ക് കയറി നോക്കി വെക്ക. തൊരപ്പനായിട്ടും കയറിയിരിക്കണ മേലെ. എന്ത് സൗണ്ട് കേൾക്കുന്നുണ്ട് അതിന്റെ മുകളിൽ നിന്ന്? ഷിൻജാൻ മിക്കവാറും അതിന്റെ മുകളിൽ ഉണ്ടാവും. ഈ സ്റ്റേഴ്സ് മാറ്റണം. ഈ സ്റ്റേഴ്സ് ഇത്തിരി സീനാണ് ഗൈസ്. ഇത് കയറി പോവാ ഇത്തിരി പാടാണ് ഈ സ്റ്റെപ്പ്. നമുക്ക് ഈ സ്റ്റേഴ്സ് ഇവിടുന്ന് മാറ്റി വേറെ വല്ല സ്റ്റെപ്പും വെക്കേണ്ടി വരും. മെല്ലനെ കയറി പോവാം. നിലത്തേക്ക് വീണ കയ്യും കാലും ഒടിഞ്ഞ് വീട്ടിൽ എടുക്കേണ്ടി വരും. പിന്നെ ഇനി ഷിൻജാനെ നോക്കാൻ പോയി എന്നും പറഞ്ഞിട്ട് പിന്നെ കയ്യും കാലും ഒടിഞ്ഞ് ഇരിക്കേണ്ടി വരും ഇവിടെ. നോക്കി പോ. അവ ഇതിന്റെ മേലുണ്ട് തോന്നുന്നു. എന്താ കൊട്ടണ സൗണ്ടൊക്കെ കേൾക്കാനുണ്ട്. അവിടെ ഷിൻജാനെ ഓടറാ. ഞാൻ പറഞ്ഞില്ല ഗൈസ്, അവനിവിടെ ഉണ്ടാക്കുരിപ്പ്. അയ്യോ, എവിടുക്കാണ ഞാൻ ഇപ്പൊ വീഴേ. അയ്യോ, ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. ഞാനിപ്പോ എന്തിനാ അതിന്റെ മുകളിലൊക്കെ പിടിച്ച് കയറി? എനിക്കെന്നെ അറിയില്ല എന്തിനാ കയറിയെന്ന്. കുഴപ്പമില്ല, എന്തായാലും കുറച്ച് ചോര ഇവിടെ പോയിട്ടുണ്ട്. വേണ്ടിയവർക്ക് വന്ന് എടുത്ത് കൊണ്ടാവുന്നതാണ്, സൗജന്യാണ്. അല്ല, ഈ ചെക്കൻ ഇതെവിടെ? ഇവനക്കൊന്നും ഇങ്ങോട്ട് വന്നൂടെ? ഞാൻ വീഴണേ കണ്ടിട്ട് പോലും വന്നിട്ടില്ല കേട്ടാ. എവിടെ എന്താ കുരിപ്പാനിക്ക് ഇവിടെ പണി? വെക്കേഷനാ? സ്കൂളൊക്കെ തുറന്നിട്ട് 4-5 ഒരാഴ്ച ആവാനായി. ഇവിടെ സ്കൂളിൽ പോവാണ്ട് മടിച്ചിരുന്നോ? ശരി. പനിക്കെന്താ ഇവിടെ പണി? കൊറേ നേരമല്ല കൊട്ടണ സൗണ്ടൊക്കെ കേൾക്കണ്. അല്ല, ഇവിടെ കൊട്ടാൻ അതിന് വേറെ സംഭവങ്ങളൊന്നുമില്ലല്ലോ. പിന്നെ എന്തുമില്ല. ബാസ്കറ്റ് ബോളാ? ഏറത്തടിച്ച് ചാവാറുന്ന ഭാഗ്യം പാഹേ. വല്ലതും സംഭവിച്ച പിന്നെ ഒന്നും പറയില്ല. ഞാൻ എന്തേ? ഞാൻ വെറുതെ പറഞ്ഞാണ്, തമാശക്ക് പറഞ്ഞാണ്. ബീച്ചിക്കാ? എനിക്ക് വേറെ പണിയൊന്നുമില്ല ചെക്ക. ഞാൻ പോട്ടെ. എന്നെ തെരഞ്ഞു വന്ന് ഇന്നെ വേണം പറയാ. ഗൈസ്, അവനക്ക് ബീച്ചിൽ പോണത്രേ. ഈ ചെക്ക ഇങ്ങനൊക്കെ പറഞ്ഞിട്ട്. ശരി എന്നാ, വേഗം വന്ന് ഡ്രസ്സൊക്കെ മാറ്റി. അയ്യോ, ഞാൻ തലടിച്ച് വീണേ. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. കയ്യും കാലും ഒടിഞ്ഞായിരുന്നെങ്കി ഇപ്പൊ ബീച്ചിൽ പോലും നടന്നില്ലായിരുന്നു. ഒന്നും പറ്റിയില്ലടാ. ചിമ്മുടെ വേഗം വന്ന് ഒരുങ്ങാൻ നോക്ക്. ഞാൻ എന്തായാലും പോയി ഡ്രസ്സൊക്കെ മാറ്റട്ടെ. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. അവിടെയും കുറച്ച് ചോര വീണിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് വേണ്ടിയവർക്ക് വന്ന് എടുക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ. എന്തായാലും കുളിച്ചതാണ്. ഈ ഷെൽഫിലിന്റെ ഡ്രസ്സ് ഉണ്ട്, അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് കാണാം ഗൈസ്. സോ ഗൈസ്, നമ്മളങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ എന്നാ ബീച്ചിലോട്ട് പോവാടാ. ഷിൻജാനെ, ഈ വണ്ടി കയറിയാ? കുരിപ്പ് ഓൾറെഡി വണ്ടി കയറി ഇരിക്കുന്നുണ്ട്. വനക്ക് പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലേ, നേരം വണ്ടിയുടെ ഉള്ളിലാവും. അതുകൊണ്ട് നേരം വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് AC അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് അവൻ ഇരിക്കുക അവിടെ സുഖമായിട്ട്. നമുക്ക് നേരെ എന്തായാലും എന്നാ ബീച്ചിലോട്ട് പോവല്ലടാ. എന്താക്കട്ടേന്ന്? ഓടി കളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ആക്കി വേഗം പോവാ നമുക്ക് ബീച്ചിലോട്ട്. ഇവിടെ ഒരു ബീച്ച് ഉണ്ട്, അതാണ് എളുപ്പം. അങ്ങോട്ട് നേരെ പോവാ. എടാ ഷിൻജാനെ, നമ്മളിപ്പോ ബീച്ചിക്ക് എത്തിയിട്ടുണ്ട്. ഈ ചെക്കൻ എന്താ? ഇവൻ ബാക്കിൽ കിടന്ന് ഉറങ്ങേ. ശരി, ഇവനൊക്കെയാണോ ഞാൻ ബീച്ചിക്ക് വിളിച്ചോടുന്ന്? എന്തായാലും ഒരു കാര്യം ചെയ്യാം, വണ്ടിയെ ഒരു ഇടിപ്പിക്കലെ കൊണ്ട് ഇടിപ്പിക്കുക. വേഗം എണിച്ചോളൂ. അപ്പൊ എന്തായാലും ആ തെങ്ങുമ്പോ കൊണ്ട് ഇടിപ്പിക്കുക, നല്ലേ. എന്താ? അപ്പൊ എണിച്ച് ചെക്കൻ.
എടാ കുരിപ്പേ ഇജല്ലടാ എന്നെ ബീച്ചിലോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചെടുത്തിയത്. എന്നിട്ട് ഇജ് കിടന്ന് ഇറങ്ങേ. ഇന്ന് ഞാൻ വീട്ടിലേക്ക് പോവേ. ആ നിർത്തിയടാ കുരിപ്പേ, ഇറങ്ങി വേഗം ഇറങ്ങിട്ടോ. വണ്ടി ലോക്കാക്കിട്ട് പോരെ. ഈ ചെക്കനെ കൊണ്ട് എന്തായാലും വണ്ടി ലോക്കാക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവിടെ തന്നെ ഇരുന്നോട്ടെ. ഇതെന്താ ഗൈസ്, ഫ്രണ്ടിൽ എന്തോ ഒരു ഹൗസ് പോലെ വന്നിട്ടുണ്ടല്ലോ. അതെന്താ ബീച്ച് ഹൗസാ തോന്നുന്നു കേട്ടോ. എന്തായാലും ഞങ്ങൾക്ക് പോയി എക്സ്പ്ലോർ ചെയ്ത് നോക്കിയാലോ ഗൈസ്. വല്ലാണ്ട് എക്സ്പ്ലോർ ചെയ്യാനൊന്നുമില്ല, ഒരു ബീച്ച് ഹൗസ് പോലെ തന്നെയാണ് ഉണ്ട്. കുഴപ്പമില്ല, എന്തായാലും നല്ല രസമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ആരെങ്കിലൊക്കെ ബീച്ച് ഹൗസ് വന്ന് ഇക്കൊന്നേ ബീച്ചിന്റെ ഒരു എന്താ ചെയ്യുക, ബീച്ചിൽ തന്നെ വന്ന് താമസിക്കേണ്ടവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹൗസാണ് തോന്നുന്നത്. ഒരു ഫ്ലാറ്റ് പോലെയാണ് ആ സംഭവം ബിൽഡ് ചെയ്ത് വെച്ചേക്കണത്. ഷിൻജാൻ എന്തായാലും അവിടെ മണ്ണിൽ എന്തെങ്കിലുമൊക്കെ കാട്ടി കളിച്ചോട്ടോ ഓന്. അതെന്തായാലും ആവട്ടെ, ഓനിഞ്ഞ ഓൻ്റെ പാട് നോക്കി പോട്ടെ. നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. കുറെ കാലത്തിന് ശേഷമാണ് ഞാനും ബീച്ചിക്കൊക്കെ വരുന്നത്. ഓ മോനെ വേറെ ലെവലായിട്ടുണ്ട്. ഇതെന്തുട്ടാ ഗൈസ്, ഇത് മറ്റേ ബീച്ച് ഹൗസ് തന്നെ. ഓ മോനെ ഇത് സീനട്ടോ. അയ്യോ വെള്ളത്തേക്ക് ചാടണ്ട. ഓ വെള്ളത്തേക്ക് ഇപ്പൊ ചാടിന്ന് ഡ്രസ്സൊക്കെ നനഞ്ഞിപ്പോ പേളിയായിരുന്നേ. അതെന്തായാലും ബീച്ച് ഹൗസ് ആണ്, നമുക്ക് ഞാൻ തിരിച്ചങ്ങോട്ട് പോവാം. ഓക്കെ, ചിഞ്ചാനോട് ഇനി പറയാ. അവിടെ സൺപാത്ത് ചെയ്യണ കുറച്ച് സംഭവം മറ്റേ ചെയർസൊക്കെ ഉണ്ട്, മറ്റേ ചെയറൊക്കെ ഉണ്ടല്ലേ അതൊക്കെ ഉണ്ട്. സോ ഗൈസ്, എടാ ഷിൻജാനെ നമുക്ക് ഇനി പോവാടാ, മതി. നല്ല വെയില് ചൂടുണ്ട്. ഇവനെവിടെ? ആ അവൻ ബാക്കിലുണ്ട്. എടാ പോവാ, വായോ. കാറ് കാണാലോ എന്നാ. എടാ ശരിക്കുമല്ലേ കാറ് കാണാലേ നമ്മളെ. എടാ ആരടാ ഇപ്പൊ കാർ എടുത്തോണ്ടേ. ഈ പട്ട പകല് മോഷണാ. എടാ ഷിൻജാനെ ഇനി വേറെ വഴിയൊന്നുമില്ല, ഓടി വായ വീട്ടിലേക്ക്, അതാ നല്ലത്. കാറ് നമുക്ക് ഇനി നേരെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കുക. ആ അത് ശരിയാണ്, എന്നാലൊരു കാർ തന്നെ അല്ലടേ, നല്ലൊരു അടിപൊളി കാറൊക്കെ തന്നെ അല്ലേ ഫോർച്യൂണർ. ആടെന്നാ വായോ, നമുക്ക് എന്തായാലും നേരെ കാർ ഷോറൂമിൽ പോയിട്ട് ഒരു GTR തന്നെ അങ്ങോട്ട് വാങ്ങിച്ചേക്കാം. വേഗം ഓടി വാടാ, ഒന്ന് തടിയാണെങ്കിൽ ഓടിജി. ഇവനിങ്ങനെ ഉറുമ്പരിച്ചേരണ പോലെ വന്നാ പിന്നെ എപ്പത്താനാ കാർ ഷോറൂമിലൊക്കെ. എടാ ഷിൻജാനെ ഇജത് കണ്ടാ? എടാ ഒരു യെല്ലോ GTR നമ്മളെ ഫ്രണ്ടില്. ഇത് സെയിലിനുള്ള തോന്നുന്നു, ഫ്രണ്ടില് ഫോർ സെയിൽ എഴുതിയിട്ടുണ്ട്. ഇതെന്താ ചേച്ചി അവിടെ വീണെടുക്കണ്? ഗൈസ് ഞാൻ ഈ GTR എങ്ങനെയാലും വാങ്ങിക്കട്ടെ ഗൈസ്. ആരാണാവും ഇതിന്റെ ഓണർ, ഒന്ന് അന്വേഷിച്ചിട്ടൊന്ന് വാങ്ങിക്കട്ടെ ഞാൻ എന്തായാലും GTR. ഗൈസ് നമ്മളങ്ങനെ ഈ ഒരു GTR വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി കാർ ഷോറൂമിലേക്ക് പോകേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഭയങ്കര ഓഫറിലാണ് കേട്ടോ നമുക്ക് കിട്ടിയത് ഈ GTR. കുഴപ്പമില്ല. ഷിൻജാനെ ഹാപ്പി അല്ലേ? എന്നാ പറയണ്ട, അവിടെ തന്നെ ഇരുന്നോ. ഓക്കെ ഗൈസ്, നമുക്ക് അങ്ങനെ GTR കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതേ വീട്ടിൽ കൊണ്ടുപോയിട്ട് റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കാം ഇതിന്റെ. ഓക്കെ, നമുക്ക് നേരെ വീട്ടിലോട്ട് പോയിട്ട് കാണാം. സോ ഗൈസ് നമ്മളങ്ങനെ GTR എടുത്ത് വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. നമ്മളെ ഷിൻജാനാണെങ്കിൽ അവനക്ക് വയ്യാന്നും പറഞ്ഞിട്ട് അവിടെ വീട്ടിൽ ഉള്ളി കയറിയിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മളെ GTR എന്നൊക്കെ വെച്ചാൽ വേറെ ലെവൽ തന്നെ ഉണ്ട് ഈ യെല്ലോ പെയിന്റിൽ കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും വയ്യ ഗൈസ്, ഞാൻ എന്തായാലും കുറച്ചേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ പോയിട്ട്. ഓ എന്താണെന്നറിയില്ല, ആ കുറച്ചേരൊക്കെ അവിടെ ഓടി കളിച്ചല്ലേ ഞാൻ. ഷിൻജാനും ഞാനും കൂടി അവിടെ ഓട്ട മത്സരം ഇടുന്ന്, കാലൊക്കെ കടയുന്നുണ്ട്. വേഗം പോയി ഒന്ന് കെടുക്കട്ടെ ഗൈസ്, എന്നിട്ട് കാണാം. ഈ പൊട്ടന്മാര് എന്നെ വാങ്ങിച്ചു കൊടുന്നു. ഞാനൊരു ഗോസ്റ്റുള്ള കാറാന്ന് ഇവന്മാർക്ക് അറിയില്ല. ഞാൻ ഈ സിറ്റിയിലുള്ള എല്ലാവരെയും കൊല്ലും. ഫസ്റ്റ് ഈ ചേട്ടനെ തന്നെ കൊല്ലാം. ചേട്ടൻ്റെ അന്ത്യാണെന്ന്. അല്ലെങ്കിൽ വേണ്ട, ചേട്ടൻ അതിൻ്റെ ഉള്ളിലാണ്, എനിക്ക് വയ്യ അതിൻ്റെ ഉള്ളിൽ കയറി പോവാൻ. ഈ റോട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്മാരാദ്യം കൊല്ലാം. ചേച്ചി അതാ പോണു, ആ ചേച്ചിനെ തന്നെ ഫസ്റ്റ് കൊല്ലാം. ചേച്ചിനെ ഇങ്ങനെ കുറെ ആളുകളെ ഞാൻ കൊല്ലും. ചേട്ടനെ കൊന്നു, ഇനി അടുത്തയാളെ ഞാൻ കൊല്ലും. ഓ രാവിലെ ആയാ? ഞാൻ നല്ല ബെഡ്റൂമിലല്ലേ കിടന്ന്, പിന്നെ അങ്ങനെ എങ്ങണ്ടെത്തി? ചിലപ്പോ വീണതാവാം.
അല്ല ആ ഷിൻജാൻ്റെ പണിയാവും ഉന്തിട്ട് ഇന്നുണ്ടാക്കിയിട്ടുണ്ടാവും. എന്തായാലും നമ്മളെ GTR ഇവിടെ തന്നെ ഉണ്ടില്ലേ, സുന്ദര കുട്ടപ്പനായിട്ട് നമ്മളെ GTR ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അതെന്താണ് ഗൈസ് പോലീസുകാർ നമ്മളെ വീടിൻ്റെ ഇവിടെ? ഇവിടെ പോലീസുകാരൊക്കെ വരാത്തല്ല പിന്നെന്താ? എന്തായാലും ഒന്ന് പോയി ചോദിച്ചേക്കാം എന്താ കാര്യം എന്നൊക്കെ. ഗൈസ് ഞാൻ ഇവന്മാരോട് കാര്യം ചോദിച്ചപ്പോൾ ഇവന്മാരെന്നെ പിടിച്ചു കൊടുന്ന് ജയിലിലിട്ട് ഗൈസ്. എന്താ കാര്യം എന്ന് എനിക്ക് പോലും അറിയില്ല. എന്താണെന്നറിയില്ല ഉണ്ടായി, ഇവന്മാരൊന്നും പറയുന്നില്ല. ഇവർ പറയണ ഞാൻ രാത്രി ഇന്നലെ കാറൊക്കെ എടുത്ത് ആരൊക്കെ ഇടിച്ച് കൊല്ലാൻ പോയി എന്നൊക്കെയാണ്. ഇവന്മാർ ഓരോ ഉണ്ടാക്കി കഥകൾ പറഞ്ഞിട്ട് ഇന്നെ പിടിച്ചു കൊടുന്ന് ജയിലിലിട്ട് ഗൈസ്.